അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗത്തിൽ ഹജ്ജ് കർമ്മം നിർബന്ധമാകുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ ആലു ഇമ്രാൻ 107 നമ്പർ ആയത്തിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വഴി തടസ്സമില്ലാതെ യാത്രാപരമായിട്ടും സൗകര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ട്, ശാരീരികമായി രോഗമോ അല്ലെങ്കിൽ വാർദ്ധക്യം മുഖേനയോ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം അയാൾക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്, പകരം ആരെക്കൊണ്ടെങ്കിലും ഹജ്ജ് ചെയ്യിച്ചുകൊണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി കഴിവുള്ള ഒരാൾ ശാരീരികമായി കഴിവില്ലെങ്കിലും ആരെക്കൊണ്ടെങ്കിലും അയാളുടെ ഹജ്ജ് പകരം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അയാളുടെ മേൽ ബാധ്യതയാണ്. പലപ്പോഴും സമ്പത്തുള്ള ആളുകൾ തന്നെ മക്കളുടെ വിവാഹത്തിൻ്റെ പേരിലോ അതല്ല എങ്കിൽ അവരുടെ പഠനത്തിൻ്റെ പേരിലോ വീട് നിർമ്മാണത്തിൻ്റെ പേരിലോ ഒക്കെ ഹജ്ജ് കർമ്മം മാറ്റിവെക്കാറുണ്ട്. തൻ്റെയും കുടുംബത്തിൻ്റെയും അത്യാവശ്യമായ ചെലവുകൾ ഒഴിച്ച് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുക തന്നെ വേണം. എത്രയോ ആളുകൾ ഇത്തരത്തിൽ ഹജ്ജ് കർമ്മം നിർബന്ധമായിട്ട് ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു, ഒരാളുടെ ഹജ്ജ് കർമ്മം ബാധ്യതയായിട്ട് അയാൾ ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഹജ്ജ് കർമ്മം ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള തുക മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ അയാളുടെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാവൂ. ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അതുണ്ട് എങ്കിൽ അത് അനന്തരാവകാശികളുടെ മേൽ വീട്ടി തീർക്കുക അഥവാ മുദ്ദ് നൽകിക്കൊണ്ട് വീട്ടി തീർക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഒരാളുടെ സക്കാത്ത് ബാധ്യത നിർവഹിക്കാതെയാണ് അയാൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ അയാളുടെ അനന്തരാവകാശ സ്വത്തിൽ നിന്നും അത് വീട്ടി തീർക്കുക എന്നുള്ളത് അനന്തരാവകാശിയുടെ മേൽ ബാധ്യതയാണ്. ഇത്തരത്തിൽ ഒരാളുടെ ഹജ്ജ് നിർബന്ധമായിട്ടും അയാൾ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അയാളുടെ അനന്തരാവകാശികൾ ആ സ്വത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പേ അയാളുടെ ഹജ്ജിൻ്റെയും ഉംറയ്ക്കും ആവശ്യമായ തുക മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ അയാളുടെ അനന്തരാവകാശികൾ ആ സ്വത്തുകൾ വീതിച്ചെടുക്കാവൂ എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് കഴിവുള്ള ഒരാൾ യാത്രാപരമായിട്ട് കഴിവില്ല എങ്കിലും മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കൽ ബാധ്യതയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ പ്രവാചകന്റെ അരികിൽ വന്ന് ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, വലം യഹുജ്ജ അഫ അഹുജ്ജു അൻഹു, ഞാൻ എൻ്റെ പിതാവിന് വേണ്ടിയിട്ട് പകരം ഹജ്ജ് ചെയ്തോട്ടെ, അദ്ദേഹം ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അറഅയ്ത ലൗ കാന അലാ അബീക ദൈനുൻ, നിന്റെ ഉപ്പന്റെ മേൽ കടമുണ്ടായിരുന്നെങ്കിൽ അകുൻത ഖാദിയഹു, നീ ആ കടത്തെ വീട്ടുകയില്ലേ? കാല, അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടും. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു ഓർപ്പിച്ചു, ദൈനുല്ലാഹി അഹഖ്, അള്ളാഹുവിന്റെ കടമാകട്ടെ അതിനേക്കാൾ ഏറ്റവും വീട്ടിൽ അവകാശമുള്ളതാണ് എന്ന്. ഇത്തരത്തിൽ 2-3 ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ വന്ന് ചോദിച്ചിട്ട് ഇതേപോലെ നിബിധങ്ങൾ മറുപടി പറഞ്ഞത്, നീ നിന്റെ ഉപ്പക്ക് പകരമായിട്ട് ഹജ്ജ് ചെയ്തുകൊള്ളുക. ഒരു സഹോദരി ഹജ്ജിന് വേണ്ടി നേർച്ച ചെയ്തു, അത് വീടാൻ സാധിക്കാതെ മരണപ്പെട്ടു. ആ സഹോദരിയുടെ സഹോദരൻ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അവർക്ക് കടമുണ്ടായിരുന്നെങ്കിൽ നീ വീട്ടുകയില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ കടം വീട്ടുക എന്നുള്ളത് ഏറ്റവും ബാധ്യതയാണ്. അതുകൊണ്ട് ഹജ്ജ് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഗൗരവം പലപ്പോഴും പലരും ആലോചിക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. ഹജ്ജ് മനഃപൂർവ്വം ചെയ്യാതെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഒരാൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞുവെങ്കിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ ഹജ്ജ് ചെയ്യാത്തവരെ സംബന്ധിച്ച് വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അവിടെ കഫറ എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചത്. കഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി കേടിന് പറയുന്നതാണ്, അതേപോലെ തന്നെ കാഫിറാകുന്നതിന് പറയുന്നതാണ്. ഏതർത്ഥത്തിലായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചിട്ട് അത് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വമൻ കഫറ, ആര് കുഫ്ർ ചെയ്യുന്നുവോ, നന്ദികേട് കാണിക്കുന്നുവോ അല്ലെങ്കിൽ നിഷേധം കാണിക്കുന്നുവോ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹനും അവനെ തൊട്ട് ആശ്രയരഹിതനുമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1-2 ഹദീസുകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും,
ഒരാൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമായി അയാൾ ആ കർമ്മത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്ത യഹൂദിയൻ അവ നസ്രാനിയൻ, അവൻ ജൂതനായിട്ടോ നസ്രാനിയായിട്ടോ മരിച്ചു കൊള്ളട്ടെ എന്ന്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ പദം ബലഹീനമാണ്, ലഈഫായ ഹദീസാണെന്ന് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില മറ്റ് ഹദീസുകളുടെ ആശയവുമായി അഥവാ സഹീഹായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർത്തുകൊണ്ടുള്ള ചില ഹദീസിന്റെ ആശയവുമായി ഇത് പൊരുത്തപ്പെടുന്നത് കൊണ്ട് ഈ ഹദീസിന്റെ മഅന ഫലപ്പെട്ടതാണ്, സഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർത്തതുകൊണ്ട്. അതുകൊണ്ട് ഹജ്ജ് കർമ്മം വളരെ ഗൗരവമാണ്. അത് ഉപേക്ഷിക്കാതെ, അത് നഷ്ടപ്പെട്ടു പോകാതെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള സന്ദർഭത്തിൽ തന്നെ, മരണത്തിന് മുമ്പ് തന്നെ നാം അത് ചെയ്തു തീർക്കുകയോ പകരം ഒരാളെ കൊണ്ട് ചെയ്തതിന്റെ കടമ നിർവഹിക്കുകയോ ചെയ്യുക. ഹജ്ജ് കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്യണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നെത്താൻ സാധിക്കുമെന്നുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. ഇല്ലെങ്കിൽ നിയ്യത്തിന്റെ പ്രതിഫലമെങ്കിലും നമുക്ക് ലഭ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് മുമ്പ് തന്നെ ഏറ്റവും ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ഈ നിർബന്ധ ബാധ്യത പൂർത്തീകരിക്കുവാൻ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.